സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഏകദേശം 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന്. ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റത്തിൽ കാമി പെപ്പറയ്ക്ക് പകരക്കാരനായിട്ടാണ് തിയാഗോ ആൽവാസ് മെൻഡസ് എന്ന പോർച്ചുഗീസ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പെപ്പറെ പോലൊരു താരമാണോ തിയാഗോ ആൽവാസ്? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെപ്പറയിൽ നിന്ന് തിയാഗോ ആൽവാസിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു, മുന്നേറ്റത്തിൽ പെപ്പറയുടെ റോളാകുമോ തിയാഗോ ആൽവാസ് കൈകാര്യം ചെയ്യുക തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്വാമി പെപ്പറ വിസസ് തിയാഗോ ആൽവാസ്, ഇതിൽ ആരാണ് മികച്ചത് എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. പെപ്പറയുടെ പകരക്കാരനായിട്ട് എത്തുന്ന താരം പെപ്പറേക്കാൾ മികച്ചതാവേണ്ടത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനിൻ യുവ സ്ട്രൈക്കറായിരുന്നു ക്വാമി പെപ്പറ. ആദ്യ സീസണിൽ താരത്തിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഡുറാൻഡ് കപ്പിൽ അത്യാവശ്യം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫിസിക്കുള്ള താരം കൂടിയാണ് പെപ്പറ. എന്നാൽ ISL താരത്തിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് പെപ്പറെ യൂസ് ചെയ്തിരുന്നത് ഒരു സെക്കൻഡ് സ്ട്രൈക്കറും സെന്റർ ഫോർവേഡുമായിട്ടുമായിരുന്നു. പെപ്പറുടെ ഇൻഎക്സ്പീരിയൻസും ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഫിനിഷിംഗ് ക്വാളിറ്റി ഇല്ലായ്മയും താരത്തിന്റെ പ്രകടനത്തെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിയാഗോ ആൽവാസ് മെൻഡസിലേക്ക് പോവുകയാണെങ്കിൽ താരത്തിന്റെ മെയിൻ പൊസിഷൻ ലെഫ്റ്റ് വിങ്ങർ ആണ്. ലെഫ്റ്റ് വിങ്ങർ ആണെങ്കിൽ പോലും സ്ട്രൈക്കറായിട്ടും അറ്റാക്കിംഗ് മിഡായിട്ടും കളിക്കാനുള്ള ശേഷി താരത്തിനുണ്ട്. പെപ്പറയുടെ പകരക്കാരൻ ഈ 3 റോളുകളും കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. തിയാഗോ ആൽവാസ് മെൻഡസിന് ഇപ്പോൾ നോവ സദയുടെ അഭാവത്തിൽ ലെഫ്റ്റ് വിങ്ങർ റോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൾഡോബിയറ്റയുടെ അഭാവത്തിലും താരത്തിന് സ്ട്രൈക്കറായി കളിക്കാൻ സാധിക്കും. ഈ ഒരു ക്വാളിറ്റി കൊണ്ടാണ് പെപ്പറിൽ നിന്ന് താരം വ്യത്യസ്തനാകുന്നത്. ഏഷ്യൻ ഫുട്ബോളിന്റെ എക്സ്പീരിയൻസും തിയാഗോ ആൽവാസിനുണ്ട്. ഗോളുകൾ നേടുന്നതിലും അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലും താരം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും പെപ്പറേക്കാൾ മികച്ചൊരു താരം തന്നെയാണ് തിയാഗോ ആൽവാസ്. മുന്നേറ്റത്തിൽ പെപ്പറ കുറച്ച് സ്പീഡി പ്ലെയർ ആണ്. അതുപോലെ തന്നെ തിയാഗോ ആൽവാസ് മെൻഡസും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയറും. ഡേവിഡ് കാറ്റല താരത്തിനെ സ്ട്രൈക്കർ റോളിലാണ് യൂസ് ചെയ്യാൻ കൂടുതൽ സാധ്യത. ഒരുപക്ഷെ നോവ സദയുടെ അഭാവത്തിൽ താരത്തിനെ ലെഫ്റ്റ് വിങ്ങർ റോളിൽ കളിപ്പിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. എന്തു തന്നെയായാലും താരത്തിന്റെ പ്രകടനം വരും മത്സരങ്ങളിൽ കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ താരത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.